അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. നല്ലൊരു അടിപൊളി സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ മാത്രം മതി കേട്ടോ. പഴം കോഴിമുട്ട വെച്ചിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. പഴം അടുക്ക് എന്നൊക്കെ പറയട്ടെ. ഈ സ്നാക്സിന് പല പേരിലും പല സ്ഥലത്തും ഈ സ്നാക്സിന് ഓരോരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സൽക്കാരങ്ങളിലൊക്കെ ഒരു നല്ലൊരു താരം തന്നെയാണ് ഈ സ്നാക്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കണം. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം കണ്ടപ്പോൾ നല്ല പഴുത്ത പഴമായിട്ട് തോന്നി കേട്ടോ. പക്ഷെ അത് മുറിച്ച് വെക്കുമ്പോൾ പഴത്തിൻ്റെ തൊലിക്ക് മാത്രമേ പഴുപ്പുള്ളൂ, ഉള്ളിലേക്ക് വല്ലാതെ പഴുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പഴം ഉണ്ടാവുമല്ലോ, നമ്മൾ ഉള്ളിൽ ഒരു സൈസ് പിന്നെ പുറമെ ഒരു സൈസ്, അങ്ങനത്തെ ഒരു പഴമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പഴം ഇങ്ങനെ തൊലിക്കണത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല, വലിച്ചിട്ടും പറിച്ചിട്ടും കിട്ടാത്ത ഒരു സൈസ്, ഒരു തോലൊക്കെ ഒരു സൈസ് ഒട്ടിപ്പിടിച്ച് നിൽക്കണ മായത്തൊരു പഴം കേട്ടോ. അപ്പോൾ ഞാനിത് 2 പഴം എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 4 പീസായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ചെറുതാക്കിയിട്ടാണ് നമുക്കിതിന് വേണ്ടിയിട്ട് പീസാക്കേണ്ടത്. നമുക്കിത് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കാനാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതാ ഞാനിത് ചെറുതാക്കിയിട്ട് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാനായിട്ടുണ്ട്. ഈ മാസം കിട്ടുമെന്നാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. എത്രയാണ് എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ഗൂഗിളിൻ്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. 5 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ബാങ്കിൽ ക്രെഡിറ്റ് ആവും പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആരോടും താങ്ക്സ് പറയാനില്ല, നിങ്ങളോട് മാത്രമാണ് താങ്ക്സ് പറയാനുള്ളത്. എൻ്റെ കൂട്ടുകാരോട് നിങ്ങളെ സപ്പോർട്ടുള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്നാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളോട് പറയാൻ. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ റവന്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടത് വേറൊരു വിശേഷം കൂടി പറയാനുണ്ട് കേട്ടോ നിങ്ങളോട്. അപ്പോൾ ഞാനത് അതിനടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറയേണ്ടത് എന്താണ് വിശേഷം എന്നുള്ളത് കേട്ടോ. നമ്മൾ വളരെ കാലത്തെ ഒരു സ്വപ്നത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറയേണ്ടത് എന്താണെന്നുള്ളത്. പിന്നെ ഞാനിത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയും ഒരു 3 കോഴിമുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു നുള്ള് ഏലക്കായുടെ പൊടിയും 1/2 കപ്പ് പാലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അടിഞ്ഞ് കിട്ടണം. നമ്മൾ അതിൽ തട്ടും തരിയൊന്നും പാടില്ല കേട്ടോ. പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്നെസ്സും നമുക്കിത് പാടില്ല, എന്നാലിട്ടോ നല്ല തിന്നായിട്ടും പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിത് ആ പാലെടുത്ത പാത്രത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഒരു നല്ല ടൈറ്റ് ആവാനും പാടില്ല, എന്നാലിട്ട് നല്ല ലൂസ് ആവാനും പാടില്ല. അങ്ങനത്തെ ഒരു പരുവത്തിൽ, ഇതാ ഈ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും മാവ് ഇതേപോലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ് കേട്ടോ. നമ്മളെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതെടുത്താൽ മതി കേട്ടോ. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും തന്നെ വേണമെന്നില്ല. ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. നമുക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കുക. ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പഴം മാത്രം മതി, പഴം തേങ്ങയും മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് ഉണ്ടായാലും ഇടയ്ക്ക് കടിക്കാൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണെന്ന് മാത്രം. അപ്പോൾ ഇതാ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലോണം വറുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേ നെയ്യിലേക്ക് തന്നെ പഴം കൂടി ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ഇങ്ങനെ വഴറ്റണതൊക്കെ കണ്ട് ബോറാവണ്ട വെച്ചിട്ട് നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിക്കണത്. അപ്പോൾ ഇതാ പഴം നല്ലോണം ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വഴറ്റി തന്നെ എടുക്കണം നെയ്യിൽ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു കളറായി വരുമല്ലോ, ആ ഒരു പരുവം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണും കൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കണം. അതിലേക്ക് ഇതാ ഒരു 3/4 കപ്പോളം ചിരവിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടോ. നമുക്ക് തേങ്ങയുടെ കളറൊന്നും ചേഞ്ച് ആയിട്ട് കിട്ടണ്ട, പക്ഷേ അതിലത്തെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി കിട്ടണം കേട്ടോ. നമുക്ക് തേങ്ങ വറുക്കും, നമ്മളിങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ കയ്യുമ്മൽ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് തേങ്ങ വറുത്തെടുക്കട്ടോ. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി തേങ്ങ.
അപ്പോൾ ഇതാ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കരുത്. ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് മുഴുവനായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല. ആ ഒരു ലെവലിൻ്റെയും താഴെ നിൽക്കണ ഒരു മാതിരിയാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ടേസ്റ്റിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ അരക്കണ മിക്സിൽ 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മളിത് തേങ്ങയിൽ പഞ്ചസാര ഇടുമ്പോൾ ആ പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. അപ്പോൾ ഒന്നാകെ ഒട്ടി പിടിച്ചൊരു എന്താ പറയുക ഒരു പരിവായിക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഇളക്കി എടുക്കാൻ പാടയിക്കാറ്. അപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റ് ആവാൻ കാത്തു നിൽക്കരുത് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തേങ്ങൻ്റെയും അണ്ടിപ്പരിപ്പും മുന്തിരിൻ്റെ ഒക്കെ മിക്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അത് ഓപ്ഷനിലാണ്. നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ കയ്യിൽ എന്ത് സാധനമാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് എല്ലാ സാധനവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇന്ന സാധനം ഇല്ലല്ലോ അതുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ കേട്ടോ. പിന്നെ അത് ഞാനൊരു പാനിൽ വേറൊരു പാൻ എടുത്ത് കിട്ടുക. ഇത് ഉണ്ടാക്കാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പാൻ തന്നെ എടുത്തുകൊണ്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇളകി പോരാത്ത പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതേപോലെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും കൂടി ഇട്ട് കൊടുക്കരുത്. നമുക്കിതിങ്ങനെ മടക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കുറേ ലെയർ വരുമ്പോൾ ഇത് കുറേ ആയിട്ട് വരും, നല്ല വീർത്ത് വരും. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു തവി ഇത് ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കയ്യിലോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് ചാടാൻ ഒരു ചാൻസ് ഉണ്ട്. വല്ലാതൊന്നും എൻ്റെ ഒട്ടി കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഒരു തവി മാവും കൂടി അപ്പുറത്തെ സൈഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ളതിൻ്റെ മേലെ കൂടി വേണം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ച് മറിച്ചിടുമ്പോൾ അതിൻ്റെ താഴെ പൊട്ടിപ്പോവും, ഇപ്പുറത്ത് കൂടി ആ ഫില്ലിങ്സൊക്കെ ചാടി വരും. അപ്പോൾ നമ്മൾ മറിച്ചിട്ടതിൻ്റെ മേലെ കൂടി നമ്മൾ കയ്യിലേറ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് അതേപടി അവിടെ തന്നെ നിൽക്കും കേട്ടോ. ഇതും നമ്മൾക്ക് എരിവുള്ള ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ഫില്ലിങ്സ് വെച്ചിട്ട് എരിവുള്ള മസാല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ചട്ടിപ്പത്തിരിയൊക്കെ തിന്നൂലേ അതുമായിട്ടൊക്കെ ഒരു ടേസ്റ്റ് ഔട്ടാ വരില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ. ഇത് നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര പാടാണെന്ന് തോന്നും, പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വരും കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മറിച്ചിടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടെടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നമ്മളിത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് പരത്താനും കഴിയൂല, നമുക്ക് പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞും പോകട്ടെ. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു രൂപത്തിലും ഭാവത്തിലും കോലത്തിലൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചതിൻ്റെ ശേഷം ചെയ്യട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടില്ല, ഓരോ ഭാഗത്തേക്കും ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക, ഫില്ലിങ്സ് വെക്കുക, മറിച്ചിടുക, ഇത്രയൊക്കെ തന്നെ പണിയുള്ളൂ കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ആകെ എല്ലാത്തിനും കൂടിയിട്ടൊരു 10 മിനിറ്റ് മതി കേട്ടോ. ആ ഫില്ലിങ്സ് ഒന്ന് നമുക്കിത് വയറ്റെടുക്കാനുള്ള ഒരു ടൈം മാത്രമേ ഇതിന് അധികമായിട്ട് ടൈം പോകണുള്ളൂ, അല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ടൈം പോകില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ല ചെറിയൊരു വിള്ളിച്ചട വന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മേലെ കൂടി മാവ് ഒഴിച്ചപ്പോൾ ആ സൈഡിൽ തട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മാവ് ഒഴിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ കൂടി തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മളിതിങ്ങനെ മറിച്ചിടുമ്പോൾ ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ നെയ്യൊന്ന് ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം മറിച്ചിട്ടിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളറ് ആക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേമാതിരി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല സ്പീഡിലും പിന്നെ എന്താ പറയുക നല്ല ബലത്തിലൊന്നും ഇത് മുറിക്കരുത്, 4 പീസായിട്ട് പോകട്ടെ. അപ്പോൾ നമ്മളിത് നല്ല മൂർച്ചുള്ള കത്തിയായിട്ട് പതുക്കെ ഒന്ന് മുറിച്ചിട്ട് എടുത്താൽ മതി. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിച്ചാടി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാതൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാ കൂട്ടുകാരോടും എപ്പോഴും പറയണ മാതിരി തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത് തന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ യൂട്യൂബിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയൽ എൻ്റെ കൂട്ടുകാരോട് തന്നെയാണ്. നിങ്ങളോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാനില്ല. നിങ്ങളെ ഒറ്റ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നും കൂടി പറയണം, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി. അപ്പോൾ ഇതാ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കാണിച്ചു തരട്ടോ. അത് ചൂടാറിയിട്ടൊന്നുമില്ല, അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കത്തിമ്പം തന്നെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. കയ്യുമൊക്കെ വെക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടുക്കടുക്കായിട്ട് നമ്മളെ സ്നാക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കോഴിമുട്ടയും പാലും ഒക്കെ ചെന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. എല്ലാവരും കമൻ്റായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനും അറിയിക്കാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അതും പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയണം. നിങ്ങളെ കമൻറ്റ് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും എന്തെങ്കിലും പിന്നെ പുതിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. എല്ലാവരും നമ്മൾ പഴയ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി അടിപൊളി ഒരു പുതിയ സ്നാക്സായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.